KMIC 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 News 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 നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം KMIC News KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും സുന്നി ഓൺലൈൻ റേഡിയോ കേരള മലബാർ ഇസ്ലാമിക് റേഡിയോ പ്രേക്ഷകർക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ വണ്ണക്കോട്. പ്രധാന വാർത്തകൾ. 2G അഴിമതി കേസ് പി ചിദംബരത്തിനെതിരെ അന്വേഷണമില്ല. റെയിൽ പാളത്തിൽ ബോംബ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറും. ജമാഅത്തെ ഇസ്ലാമിയുടെ ഓണാഘോഷം അണികളിൽ വിമർശനം. കൽക്കരിപ്പാടം അഴിമതിയിൽ BJPയുടെ പാർലമെന്റ് പ്രക്ഷോഭം തുടരുന്നു. 4ാം ദിവസവും BJP സഭാ നടപടികൾ തടസ്സപ്പെടുത്തി. CM വലുല്ലാഹി ആണ്ട് നേർച്ചയ്ക്ക് CM സെന്റർ മടവൂർ ഷെരീഫിൽ 29-ന് തുടക്കമാവും. വാർത്തകൾ വിശദമായി. 2G അഴിമതി കേസിൽ കേന്ദ്ര ധനമന്ത്രി പി ചിദംബരത്തിനെതിരെ CBI അന്വേഷണമില്ല. ചിദംബരത്തിന്റെ പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സുബ്രഹ്മണ്യം സ്വാമിയും ഹസാരെ സംഘാംഗം പ്രശാന്ത് ഭൂഷണും നൽകിയ ഹർജികൾ സുപ്രീംകോടതി തള്ളി. ചിദംബരത്തിനെതിരായ ആരോപണങ്ങൾക്ക് തെളിവില്ലെന്ന് കോടതി വ്യക്തമാക്കി. 2G അഴിമതി നടത്താൻ രാജ എടുത്ത തീരുമാനങ്ങളും നടപടികളും അന്ന് ധനമന്ത്രിയായിരുന്ന പി ചിദംബരത്തിന്റെ അറിവോടും സമ്മതത്തോടും കൂടിയാണെന്നായിരുന്നു സുബ്രഹ്മണ്യം സ്വാമിയും പ്രശാന്ത് ഭൂഷണും ഹർജികളിൽ ആരോപിച്ചിരുന്നത്. ലേലമില്ലാതെ 2G സ്പെക്ട്രം അനുവദിക്കാനും 2001 വിലക്ക് 2008 സ്പെക്ട്രം വിൽക്കാനും തീരുമാനിച്ചത് ചിദംബരവും രാജയും ചേർന്നാണ്. ക്രമവിരുദ്ധമായി ടെലികോം ലൈസൻസ് നേടിയ കമ്പനികളുടെ ഓഹരികൾ കൂടിയ വിലക്ക് വിദേശ കമ്പനികൾക്ക് വിൽക്കാൻ അനുമതി നൽകിയതും ചിദംബരമാണെന്ന് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി. ചിദംബരവും രാജയും നടത്തിയ കത്തിടപാടുകൾ, യോഗങ്ങളുടെ മിനിറ്റ്സ് തുടങ്ങിയവ അവർ ഹാജരാക്കി. എന്നാൽ ചിദംബരം അഴിമതി നടത്താനുള്ള ഉദ്ദേശത്തോടെയാണ് തീരുമാനങ്ങൾ എടുത്തതെന്ന് തെളിയിക്കാൻ ഈ രേഖകൾ പര്യാപ്തമല്ലെന്ന് സുപ്രീംകോടതി പറഞ്ഞു. ഒരേ വിഷയത്തിൽ 2 മന്ത്രിമാർ അവരവരുടെ ചുമതലകളിൽപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് സാധാരണയാണ്. അതിൽ ഒരാളുടെ ലക്ഷ്യം അഴിമതിയായിരുന്നു എന്നതുകൊണ്ട് മാത്രം രണ്ടാമത്തെയാളെ സംശയിക്കുന്നത് ശരിയല്ല. ഈ സാഹചര്യത്തിൽ സ്വാമിയുടെ ഹർജി തള്ളിയ പ്രത്യേക കോടതി വിധിയിൽ ഇടപെടില്ലെന്നും ജസ്റ്റിസ് GS സിംഗ്വി, ജസ്റ്റിസ് KS രാധാകൃഷ്ണൻ എന്നിവരുൾപ്പെട്ട ബെഞ്ച് വ്യക്തമാക്കി. എന്നാൽ വിധിയിൽ തൃപ്തിയില്ലെന്നും പുനഃപരിശോധനാ ഹർജി നൽകുമെന്നും സുബ്രഹ്മണ്യം വ്യക്തമാക്കി. റെയിൽവേ പാളത്തിൽ ബോംബ് കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഉടൻ ക്രൈംബ്രാഞ്ചിന് കൈമാറും. ക്രൈംബ്രാഞ്ച് മേധാവിയുടെ നിർദ്ദേശപ്രകാരം അനൌപചാരിക ഉദ്യോഗസ്ഥർ അന്വേഷണം തുടങ്ങി. സുരക്ഷ പരിശോധിക്കാൻ റെയിൽവേയുടെ സുരക്ഷാ സേനയിലെ ഉന്നതരും കേരളത്തിലെത്തി. തീവ്രവാദ ബന്ധമല്ല, പകരം വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിലായിരുന്നു അട്ടിമറി നീക്കം എന്ന നിലയിലാണ് അന്വേഷണ സംഘം പുരോഗമിക്കുന്നത്. എന്നാൽ റെയിൽപാതയിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചത് അതീവ ഗൌരവമായി കണ്ടാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നത്. എറണാകുളത്തു നിന്നുള്ള DYSP ബിജു K സ്റ്റീഫനാണ് ചുമതല. ക്രൈംബ്രാഞ്ച് മേധാവി വിൻസൻ M പോളിന്റെ നിർദ്ദേശപ്രകാരം ഈ സംഘം ആദ്യം മുതൽ തന്നെ അന്വേഷണത്തിൽ സഹകരിക്കുന്നുണ്ട്. ഔപചാരികമായി ഉത്തരവിറങ്ങിയാൽ പൂർണ്ണമായി അന്വേഷണം ഏറ്റെടുക്കും. അതിനിടെ റെയിൽവേയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ റെയിൽവേ സുരക്ഷാ സേനയും നീക്കം തുടങ്ങി. ക്രമീകരണങ്ങൾ പരിശോധിക്കാൻ RPF DIG VK ദാഖ തിരുവനന്തപുരത്ത് എത്തി. സംസ്ഥാനതല പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തും. കഴിഞ്ഞ രാത്രി മുതൽ RPFന്റെയും റെയിൽവേ പോലീസിന്റെയും നേതൃത്വത്തിൽ റെയിൽവേ ട്രാക്കുകൾ വ്യാപകമായി പെട്രോളിംഗ് നടത്തുന്നുണ്ട്. ഇത് സ്ഥിരം സംവിധാനമാക്കുന്നതിന്റെ സാധ്യതകളും പരിശോധിക്കുന്നുണ്ട്. കൽക്കരിപ്പാടം അഴിമതിയിൽ BJPയുടെ പാർലമെന്റ് പ്രക്ഷോഭം തുടരുന്നു. പ്രധാനമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് തുടർച്ചയായ 4ാം ദിവസവും BJP സഭാ നടപടികൾ തടസ്സപ്പെടുത്തി. ബഹളത്തെ തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞപ്പോൾ രാജ്യസഭ 2:30 വരെ നിർത്തിവച്ചു. ഇതിനിടെ കൽക്കരിപ്പാടങ്ങളുടെ ലേലത്തെ എതിർത്ത് BJPയുടേത് ഉൾപ്പെടെയുള്ള സംസ്ഥാന സർക്കാരുകൾ എഴുതിയ കത്ത് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടു.
സഭ തുടങ്ങുമ്പോൾ തന്നെ പ്രധാനമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് നടുത്തളത്തിലിറങ്ങി ബഹളം വയ്ക്കുക, നടപടികൾ തടസ്സപ്പെടുത്തുക, കഴിഞ്ഞ 3 ദിവസമായി തുടരുന്ന ഈ നടപടി തന്നെയാണ് ഇന്നും പാർലമെന്റിന്റെ ഇരുസഭകളിലും നടന്നത്. ഇന്നും ബഹളത്തിനിടെ നടപടികൾ തിടുക്കത്തിൽ പൂർത്തിയാക്കി ഇരുസഭകളും നിർത്തിവെക്കുകയായിരുന്നു. ചർച്ചയല്ല, പ്രധാനമന്ത്രിയുടെ രാജിയാണ് വേണ്ടതെന്ന നിലപാടിൽ ബിജെപിയും സഭയിൽ ചർച്ചയാകാമെന്ന നിലപാടിൽ സർക്കാരും ഉറച്ചു നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ തിങ്കളാഴ്ച ചേരുന്ന കക്ഷി നേതാക്കളുടെ യോഗത്തിലാണ് ബിജെപി, കോൺഗ്രസ്, ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതീക്ഷ. പൌരാവകാശ രേഖ ഉൾപ്പെടെയുള്ള 30ഓളം പുതിയ ബില്ലുകൾ ബഹളം കാരണം സഭയിൽ അവതരിപ്പിക്കാൻ പോലും കഴിഞ്ഞില്ല. ഇതിനിടെ ബിജെപിയെ പ്രതിരോധത്തിലാക്കാനുള്ള ശ്രമങ്ങളും സർക്കാർ തുടങ്ങി. ഇതിന്റെ ഭാഗമായി ലേലം നടത്തരുതെന്നാവശ്യപ്പെട്ട് രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, പശ്ചിമബംഗാൾ, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങൾ കേന്ദ്ര സർക്കാരിന് അയച്ച കത്തുകൾ സർക്കാർ പുറത്തുവിട്ടു. രാജസ്ഥാൻ മുഖ്യമന്ത്രിയായിരുന്ന ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം വസുന്ധര രാജ സന്ധ്യ എഴുതിയ കത്തുകളും ഇക്കൂട്ടത്തിലുണ്ട്. പ്രവാചക ജന്മദിനം ആഘോഷിക്കുന്നത് ശിർക്കായവർ ഓണം ആഘോഷിക്കുന്നു. തലശ്ശേരിയിലെ ജമാഅത്തെ ഇസ്ലാമിയാണ് ഓണാഘോഷം ഒരുക്കുന്നത്. പ്രവാചക ജന്മദിനാഘോഷത്തിന് അടിസ്ഥാനമില്ലെന്നും അത് ആഘോഷിക്കുന്നത് അനിസ്ലാമികമാണെന്നും ആരോപിക്കുകയും പ്രഭാഷണവും ലേഖനവും ഇറക്കുന്നവരും ചെയ്യുന്നവരുമാണ് ഓണാഘോഷത്തിന് വേദിയൊരുക്കുന്നത്. കലുഷിതമായ സാമൂഹിക അന്തരീക്ഷത്തിൽ നന്മയും മൂല്യങ്ങളും പുനഃസൃഷ്ടിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് ജമാഅത്തെ ഇസ്ലാമി അടിച്ചിറക്കിയ ക്ഷണക്കത്തിൽ പറയുന്നത്. ഓണം മനുഷ്യ മനസ്സുകളിൽ നന്മയുടെയും സ്നേഹത്തിന്റെയും കൈത്തിരി കത്തിച്ചാണ് വരുന്നതെന്നും ക്ഷണക്കത്തിൽ ഇവർ മദ്ഹ് പറയുന്നുണ്ട്. തങ്ങളുടെ തീവ്ര നിലപാടുകൾ നാനാഭാഗത്തു നിന്നും വിമർശിക്കപ്പെടുകയും തങ്ങൾ ഒറ്റപ്പെടുന്നു എന്ന തിരിച്ചറിവ് മാത്രമാണ് ഐതിഹ്യത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരാഘോഷത്തെ പുണരാൻ ജമാഅത്തെ ഇസ്ലാമിയെ പ്രേരിപ്പിച്ചത്. പ്രവാചക ജന്മദിനം ശിർക്കാക്കുന്നവർക്ക് ഇതെങ്ങനെ അനുവദനീയമാകുമെന്ന ചോദ്യങ്ങളാണ് അണികളിൽ ഉയർന്നിരിക്കുന്നത്. ഈ വർഷത്തെ ഹജ്ജ് പുതുതായി അനുമതി ലഭിച്ചവർക്ക് അസീസിയ കാറ്റഗറി മാത്രം. ഗ്രീൻ കാറ്റഗറിയിൽ താമസ സൗകര്യം വേണ്ടത്ര ലഭ്യമല്ലാത്തതിനാൽ ഹജ്ജ് കർമ്മത്തിന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന പുതുതായി വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്നും അനുമതി ലഭിക്കുന്ന എല്ലാവർക്കും താമസ സൗകര്യം അസീസിയ കാറ്റഗറിയിൽ മാത്രമായിരിക്കുമെന്ന് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. ഗ്രീൻ കാറ്റഗറിയിൽ അപേക്ഷിച്ച് പണമടച്ച ആർക്കെങ്കിലും അസീസിയ കാറ്റഗറിയിലേക്ക് മാറണമെങ്കിൽ നേരിട്ട് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിക്ക് നാളെ കിട്ടത്തക്ക വിധം അപേക്ഷ സമർപ്പിക്കണം. കാറ്റഗറി മാറുന്നവർക്ക് അധികമായി അടച്ച തുക പിന്നീട് തിരിച്ചു നൽകും. മക്കയിൽ ഗ്രീൻ കാറ്റഗറിയിൽ ലഭ്യമായ താമസ സൗകര്യത്തെക്കാൾ കൂടുതൽ ഗ്രീൻ കാറ്റഗറിക്ക് അപേക്ഷ ലഭിക്കുന്ന പക്ഷം നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുപ്പ് നടത്തും. മാറാട് കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് നെട്ടുകാൽത്തേരി തുറന്ന ജയിലിൽ കഴിയുകയായിരുന്ന തടവുകാരൻ കുടഞ്ഞു വീണ് മരിച്ചു. കോഴിക്കോട് ബേപ്പൂർ അരക്കിണർ മാറാട് പുതിയ പുരയിടത്തിൽ മുഹമ്മദ് റാഫിയാണ് മരിച്ചത്. ഇയാൾ മാറാട് കേസിലെ 86ാം പ്രതിയായിരുന്നു. ജയിലിനുള്ളിൽ ഇന്നു രാവിലെ 9ഓടെ കുടഞ്ഞു വീണ മുഹമ്മദ് റാഫിയെ നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 32 വയസ്സായിരുന്നു. പറവൂർ വാണിയക്കാട് കാൽവെട്ട് കേസിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായ വാണിയക്കാട് സ്വദേശി സഹീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തതായി അന്വേഷണ സംഘം അറിയിച്ചു. വാണിയക്കാട് സ്വദേശി നാസർ പള്ളിയിൽ നിന്ന് സ്കൂട്ടറിൽ മടങ്ങുമ്പോൾ ഒരു സംഘം പോപ്പുലർ ഫ്രണ്ടുകാർ ആക്രമിച്ച് ബൈക്കുകളിൽ രക്ഷപ്പെടുകയായിരുന്നുവെന്നാണ് കേസ്. കേസിൽ ഇതുവരെ 9 പ്രതികൾ പിടിയിലായിട്ടുണ്ട്. നാസർ ഇപ്പോഴും എറണാകുളം സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. രണ്ടാം മാറാട് കലാപക്കേസിൽ ഹൈക്കോടതി ജീവപര്യന്തം തടവിന് വിധിച്ച 24 പ്രതികളും കീഴടങ്ങി. ഇന്ന് വൈകുന്നേരം 5 മണിക്കകം കീഴടങ്ങണമെന്ന് പ്രതികളോട് ആവശ്യപ്പെട്ടിരുന്നു. ഉച്ചയ്ക്ക് 2:45ഓടെ ലീഗ് നേതാവ് പി മൊയ്തീൻ അടക്കമുള്ള പ്രതികൾ വിചാരണ കോടതിയിലാണ് കീഴടങ്ങിയത്. കേസിലെ 76 പ്രതികളെ വെറുതെ വിട്ട വിചാരണ കോടതി വിധിക്കെതിരെ സർക്കാർ നൽകിയ അപ്പീൽ പരിഗണിച്ച് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി 24 പേർക്ക് കൂടി ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയായിരുന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. താരകം നേരിൻ സാക്ഷി ശോഭിതം KMIC താരകം നേരിൻ സാക്ഷി
സുന്നി ചലരമതൊപ്പിയെടുത്തിന്നെത്തി വിരൽ തുമ്പിൽ എന്നും വാർത്തവിശേഷവുമായി വരുന്നേ കൺമുന്നിൽ. സുന്നി ചലരമതൊപ്പിയെടുത്തിന്നെത്തി വിരൽ തുമ്പിൽ എന്നും വാർത്തവിശേഷവുമായി വരുന്നേ കൺമുന്നിൽ. ആദർശത്തിനാദമി ശ്രവണ പുടങ്ങളിൽ ആവേശം, അറിവിന്നലകൾ പകരും ജാലകം കാണാൻ വാവേഗം. KMIC നേരിന്നാദമിതാ, ആദർശത്തിൻ നൂതന ശബ്ദമിതാ. KMIC നേരിന്നാദമിതാ, ആദർശത്തിൻ നൂതന ശബ്ദമിതാ. പോരുക പോരുക സോദരരെ ഈ ജാലകമിൽ ചേരൂ, നേരിന്നാദം കേട്ടിടുവാൻ ഈ ജ്വാല ഇതിൽ ചേരൂ. വാ നാം ചേർന്നിടാം ഈ സ്നേഹജാലകത്തിൽ, നേരിന്റെ സാഗരത്തിൽ, നിസ്തുല്യ വിസ്മയത്തിൽ. വാ നാം ചേർന്നിടാം ഈ സ്നേഹജാലകത്തിൽ, നേരിന്റെ സാഗരത്തിൽ, നിസ്തുല്യ വിസ്മയത്തിൽ. വാർത്തകൾ തുടരുന്നു. ഗൾഫ് വാർത്തകൾ. റമളാനിൽ തീർത്ഥാടകരുടെ ബാഹുല്യം മൂലം നിർത്തിവെച്ച ഹറം വികസന പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു. റമളാൻ അവസാനിക്കുകയും ഹറമിലെ തിരക്ക് വൻതോതിൽ കുറയുകയും ചെയ്ത പശ്ചാത്തലത്തിലാണിത്. വികസന പദ്ധതിയുടെ ഭാഗമായി ഇനിയും പൊളിക്കാൻ ബാക്കിയുള്ള കെട്ടിടങ്ങൾ പൊളിക്കുന്ന ജോലികളും മറ്റുമാണ് ആരംഭിച്ചിരിക്കുന്നത്. നൂറുകണക്കിന് ബുൾഡോസറുകളുടെ സഹായത്തോടെ 5000-ത്തിലധികം തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്തു വരുന്നു. ഹറം വികസന പദ്ധതിയുടെ ഭാഗമായി 2000-ത്തോളം കെട്ടിടങ്ങൾ ഇതിനകം ഏറ്റെടുത്ത് പൊളിച്ചു കഴിഞ്ഞു. 6 പ്രദേശങ്ങളിലായി 2000 കെട്ടിടങ്ങൾ കൂടി വൈകാതെ ഏറ്റെടുക്കും. പുതിയ കെട്ടിടങ്ങളും സ്ഥലങ്ങളും ഏറ്റെടുക്കുന്നതിന് 3000 കോടി റിയാലാണ് നഷ്ടപരിഹാരമായി നൽകുന്നത്. ധനമന്ത്രാലയം, മക്ക ഗവർണറേറ്റ്, നഗരസഭ, നീതിന്യായ മന്ത്രാലയം എന്നിവയുടെ പ്രതിനിധികളും സ്വകാര്യ മേഖലയിൽ നിന്നുള്ള 2 പ്രതിനിധികളും അടങ്ങിയ കമ്മിറ്റിയാണ് ഏറ്റെടുക്കുന്ന കെട്ടിടങ്ങൾക്കും സ്ഥലങ്ങൾക്കും നഷ്ടപരിഹാരം കണക്കാക്കുന്നത്. ഇത്തവണത്തെ ഹജ്ജ് സീസൺ അവസാനിക്കുന്നതോടെ ഈ കെട്ടിടങ്ങളിലേക്കുള്ള വൈദ്യുതിയും വെള്ളവും ടെലിഫോണും മറ്റും വിച്ഛേദിക്കും. ഇതോടനുബന്ധിച്ചുള്ള ആദ്യ റിംഗ് റോഡ് പദ്ധതിക്കായി 1800 കെട്ടിടങ്ങൾ ഏറ്റെടുക്കുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. ആലുവ ചൂലായപ്പറമ്പിൽ നാസർ സൗദി അറേബ്യയിലെ അൽക്കോബാറിൽ താമസ സ്ഥലത്ത് കഴുത്തറുത്തു കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. പെരുന്നാൾ ദിവസം ഭാര്യ മുംതാസ്, മക്കളായ നെജു, നാജിയ എന്നിവരെ നാട്ടിലേക്ക് അയച്ച് മടങ്ങിയ ശേഷമായിരുന്നു സംഭവം. പെരുന്നാൾ ആഘോഷങ്ങൾക്ക് ശേഷം രാത്രി 7-നുള്ള എയർ ഇന്ത്യ വിമാനത്തിൽ കുടുംബങ്ങളെ അയക്കാൻ പരിചയക്കാരനായ ഉത്തരേന്ത്യൻ ഡ്രൈവറുടെ വാഹനത്തിലാണ് നാസർ വിമാനത്താവളത്തിലേക്ക് പോയത്. നാസറിനെ തിരികെ താമസ സ്ഥലത്തിനു സമീപം ഇറക്കിയതായും ഡ്രൈവർ പോലീസിൽ മൊഴി നൽകി. രാത്രി 9 വരെ നാസറിനെ കണ്ടതായി സുഹൃത്തുക്കൾ പറയുന്നു. നാട്ടിലെത്തിയ ഭാര്യ മുംതാസ് ഫോണിൽ വിളിച്ചിട്ട് കിട്ടാതെ സുഹൃത്തിനെ വിവരമറിയിച്ചു. സുഹൃത്തുക്കൾ താമസ സ്ഥലത്തെത്തിയപ്പോൾ വാതിൽ അടഞ്ഞുകിടക്കുകയായിരുന്നു. വിവരമറിയിച്ചതനുസരിച്ച് സ്പോൺസർ പോലീസുമായി എത്തി അകത്തു കടന്നപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്. മുറിയിൽ കമ്പ്യൂട്ടറിന് സമീപം സോഫയിലേക്ക് കമിഴ്ന്നു വീണ് കിടക്കുകയായിരുന്നു. നെഞ്ചിൽ ആഴത്തിലേറ്റ 3 കുത്തുകളാണ് മരണത്തിനിടയാക്കിയതെന്ന് പോലീസ് പറഞ്ഞു. സംഘടനാ വാർത്തകൾ. മടവൂർ CM സെന്ററിൽ CM വലുല്ലാഹി ആണ്ട് നേർച്ചയും കുത്തുബുൽ ആലം ദവാ കോളേജ് മുഖ്തസർ സനദ് ദാനവും ഈ മാസം 29, 30, 31 തീയതികളിൽ CM സെന്റർ മടവൂർ ഷെരീഫിൽ നടക്കും. 29-ന് മതപ്രഭാഷണം E. സുലൈമാൻ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. ഷാഫി സഖാഫി മുണ്ടമ്പ്ര പ്രഭാഷണം നടത്തും. 30-ന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പ്രഭാഷണം നടത്തും. വൈകിട്ട് 7 മണിക്ക് ആരംഭിക്കുന്ന പ്രഭാഷണം കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം തത്സമയം സംപ്രേഷണം ചെയ്യും. 31-ന് വൈകുന്നേരം ദിക്ർ, ദുആ, ആത്മീയ സമ്മേളനവും സനദ് ദാനവും നടക്കും. സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ളാൾ, സയ്യിദ് യൂസുഫ് അൽ ബുഖാരി വൈലത്തൂർ, സയ്യിദ് അലി ബാഫയ്ക്ക് തങ്ങൾ, സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, സയ്യിദ് മുല്ലക്കോയ തങ്ങൾ, സയ്യിദ് ഹബീബ് കോയത്തങ്ങൾ, സയ്യിദ് തുറാബ് തങ്ങൾ, സയ്യിദ് ജാഫർ സാദിഖ് തങ്ങൾ, അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, EP മുഹമ്മദ് മുസ്ലിയാർ, P ഹസൻ മുസ്ലിയാർ, കാപ്പാട് ഉമർ മുസ്ലിയാർ, KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ, C മുഹമ്മദ് ഫൈസി, CM ഇബ്രാഹിം സാഹിബ് തുടങ്ങി പ്രമുഖ പണ്ഡിതന്മാർ, സയ്യിദന്മാർ, സാംസ്കാരിക നേതാക്കൾ പരിപാടിയിൽ സംബന്ധിക്കും. തത്സമയം കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം സംപ്രേഷണം ചെയ്യും.
മടവൂർ CM സെന്ററിന് കീഴിൽ പുതുതായി നിർമ്മിച്ച ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മം അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നിർവഹിച്ചു. സയ്യിദ് അലി ബാഫഖി തങ്ങൾ അധ്യക്ഷത വഹിച്ചു. TK അബ്ദുറഹ്മാൻ ബാഖവി, UK അബ്ദുൽ മജീദ് മുസ്ലിയാർ, അബ്ദുള്ള സൈദി ചെറുവാടി, G അബൂബക്കർ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു. സെന്ററിന്റെ മെയിൻ ഓഫീസും മറ്റ് ഉപ ഓഫീസുകളും പുതിയ കെട്ടിടത്തിൽ പ്രവർത്തിച്ചു തുടങ്ങി. 2013 ജനുവരിയിൽ നടക്കുന്ന മർക്കസ് 35ാം വാർഷിക സമ്മേളനത്തിന്റെ കോഴിക്കോട് ജില്ലാ പ്രചാരണ സമിതി യോഗം ഇന്ന് നടക്കും. വൈകിട്ട് മർക്കസ് കോംപ്ലക്സ് ഓഫീസിൽ ചേരുന്ന യോഗം ജില്ലയിലെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകും. അംഗങ്ങൾ കൃത്യസമയത്ത് പങ്കെടുക്കണമെന്ന് ജില്ലാ പ്രചാരണ സമിതി ചെയർമാൻ TK അബ്ദുറഹ്മാൻ ബാഖവി അറിയിച്ചു. ആസാം ദുരിതബാധിതർക്ക് SSF നരിക്കുനി ഡിവിഷനിൽ നിന്നും സ്വരൂപിച്ച ഫണ്ട് സെക്രട്ടറി PP മുഹമ്മദ് ബഷീർ ജില്ലാ സെക്രട്ടറി മുഹമ്മദ് കിനാലൂരിന് കൈമാറി. ഏളേറ്റിൽ മർകസ് വാലിയിൽ നടന്ന പരിപാടി CP ഷഫീഖ് ബുഖാരി ഉദ്ഘാടനം ചെയ്തു. OT ഷഫീഖ് സഖാഫി അധ്യക്ഷത വഹിച്ചു. SSF സാഹിത്യോത്സവിന്റെ ഫാറൂഖ് സെക്ടർ തല മത്സരങ്ങൾ ഈ മാസം 28, 29 തീയതികളിലായി കരുവന്തിരുത്തി മടത്തിൽപ്പാടം ബുഹാരി നഗറിൽ നടക്കും. പരിപാടിയുടെ സ്വാഗത സംഘം രൂപവൽക്കരണ യോഗം ഡിവിഷൻ ട്രഷറർ ഉവൈസ് സഖാഫി ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് പൂക്കോയത്തങ്ങൾ അധ്യക്ഷത വഹിച്ചു. SSF സ്റ്റേറ്റ് അർദ്ധവാർഷിക കൌൺസിൽ സെപ്റ്റംബർ 1, 2 തീയതികളിൽ കുറ്റ്യാടി സിറാജുൽ ഹുദ ദഅ്വാ കോളേജ് ക്യാമ്പസിൽ നടക്കും. യൂണിറ്റ് ഗ്രേഡിംഗ് അവലോകനം, വിവിധ ഉപസമിതികളുടെ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച, 40ാം വാർഷിക പദ്ധതികളുടെ അവലോകനം തുടങ്ങിയവ നടക്കും. സെപ്റ്റംബർ 1 വൈകിട്ട് 5 മണിക്ക് തുടങ്ങുന്ന കൌൺസിൽ SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉദ്ഘാടനം ചെയ്യും. സ്റ്റുഡൻസ് സെന്ററിൽ ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗം NV അബ്ദുറസാഖ് സഖാഫിയുടെ അധ്യക്ഷതയിൽ RP ഹുസൈൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. V അബ്ദുൽ ജലീൽ സഖാഫി, NV അബ്ദുറസാഖ് സഖാഫി, VPM ഇസ്ഹാഖ്, മൂസ സഖാഫി കുളത്തൂർ തുടങ്ങിയ പ്രമുഖർ പരിപാടിയിൽ സംബന്ധിച്ചു. റമളാൻ അവധിക്ക് ശേഷം കാസർകോട് സഅദിയ ദഅ്വാ കോളേജ് നാളെ തുറക്കും. മുഴുവൻ വിദ്യാർത്ഥികളും കൃത്യസമയത്ത് എത്തിച്ചേരണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ജാമിയ സഅദിയ അറബിയക്ക് കീഴിലുള്ള ശരീഅത്ത് കോളേജിലെ തഖസ്സുസ്, മുതവ്വൽ, മുഖ്തസർ എന്നീ ക്ലാസുകളിലേക്കുള്ള സെലക്ഷൻ പരീക്ഷ നാളെയും 26-നും രാവിലെ 9 മണിക്ക് നടക്കും. നാളെ മഞ്ചേരിയിൽ നടത്താൻ തീരുമാനിച്ചിരുന്ന സ്വാന്തനം പദ്ധതി സമർപ്പണവും വളണ്ടിയേഴ്സ് ട്രെയിനിങ്ങും അടുത്ത മാസം 1-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചതായി ജില്ലാ സ്വാന്തനം സമിതി ചെയർമാൻ അലവി സഖാഫി കൊളത്തൂർ, ജനറൽ സെക്രട്ടറി PM മുസ്തഫ മാസ്റ്റർ കോഡൂർ, വളണ്ടിയർ ക്യാപ്റ്റൻ അബ്ദുറഹ്മാൻ കാരക്കുന്ന് അറിയിച്ചു. RSC നാഷണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സലാലയിൽ ഉണർവ് ക്യാമ്പ് സംഘടിപ്പിച്ചു. RSCയുടെ ഉണർത്തു സമ്മേളനങ്ങളുടെ ഭാഗമായാണ് ഉണർവ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. SSF സംസ്ഥാന പ്രസിഡന്റ് സ്വാദിഖ് സഖാഫി പെരിന്താറ്റിരി ക്യാമ്പിന് നേതൃത്വം നൽകി. RSC ഗൾഫ് ചാപ്റ്റർ അംഗം നിസാർ സഖാഫി ക്യാമ്പ് നിയന്ത്രിച്ചു. ഖാലിദിയ ധർമ്മപുരി, ഖാദിസിയ, മദീന മഖ്ദൂം എന്നീ 4 ഗ്രൂപ്പുകളിലായി 25ഓളം നാഷണൽ പ്രതിനിധികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. ഖാലിദിയ ഗ്രൂപ്പ് മറ്റു സംഘങ്ങൾക്കും ഒരുക്കിയ സ്വീകരണവും വൈവിധ്യമാർന്ന പരിപാടികളും കൊണ്ട് ഉണർവ് ക്യാമ്പ് കൂടുതൽ ആസ്വാദികരമായി. SSF 19ാം മലപ്പുറം ജില്ലാ സാഹിത്യോത്സവ് സെപ്റ്റംബർ 21, 22, 23 തീയതികളിൽ തിരൂർ തെനാളൂരിൽ വെച്ച് നടക്കും. സാഹിത്യോത്സവ് നടത്തിപ്പിന് 1001 അംഗ സ്വാഗത സംഘം നിലവിൽ വന്നു. തെനാളൂർ ബയാനുൽ ഹുദ സുന്നി മദ്രസയിൽ ചേർന്ന സ്വാഗത സംഘം കൺവെൻഷൻ K സൈനുദ്ദീൻ സഖാഫിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന ഉപാധ്യക്ഷൻ NV അബ്ദുറസാഖ് സഖാഫി ഉദ്ഘാടനം ചെയ്തു. CK ഷക്കീർ, PK മുഹമ്മദ് ഷാഫി, ശിഹാബുദ്ദീൻ സഖാഫി തുടങ്ങി പ്രമുഖർ പരിപാടിയിൽ സംബന്ധിച്ചു. ICF ദമ്മാം സെൻട്രൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈദ് പുലരി ദമ്മാം സഫ ഹോസ്പിറ്റൽ ഓഡിറ്റോറിയത്തിൽ നടന്നു. അബ്ദുൽ റഹ്മാൻ സഖാഫി അധ്യക്ഷത വഹിച്ചു. ഫിറോസ് സാദി കണ്ണൂർ ഈദ് പുലരി ഉദ്ഘാടനം ചെയ്തു. ലുക്മാൻ വിളത്തൂർ മുഖ്യ പ്രഭാഷണം നടത്തി. സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് സിലബസ് അനുസരിച്ച് ബഹ്റൈൻ കേരള സുന്നി ജമാഅത്തിന്റെ നേതൃത്വത്തിൽ ബഹ്റൈന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന മുജമ്മ തഅലീമിൽ ഖുർആൻ മദ്രസകൾ റമളാൻ അവധി കഴിഞ്ഞ് ഓഗസ്റ്റ് 27-ന് തിങ്കളാഴ്ച മുതൽ തുറന്നു പ്രവർത്തിക്കുമെന്ന് മദ്രസ കോഓർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ അബൂബക്കർ ലത്തീഫി അറിയിച്ചു.
ഇന്നത്തെ സ്വർണ്ണവില കുതിക്കുന്നു. ഇന്ന് പവന് 80 രൂപ വർദ്ധിച്ച് 22,960 രൂപയും ഗ്രാമിന് 10 രൂപ കൂടി 2,870 രൂപയുമായി. ഇന്നലെ സ്വർണം പവന് 160 രൂപ വർദ്ധിച്ച് 22,880 രൂപയായിരുന്നു. ആഗോള സാമ്പത്തിക മേഖലയിലെ അനിശ്ചിതത്വവും ഉത്സവ വിവാഹവേളകളിലെ വർദ്ധിത ആവശ്യവും നിക്ഷേപകരുടെ സ്വർണത്തോടുള്ള അമിത താൽപര്യവുമാണ് സ്വർണ്ണവില കുതിക്കാൻ കാരണം. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 2G അഴിമതി കേസ് പി ചിദംബരത്തിനെതിരെ അന്വേഷണമില്ല. റെയിൽ പാളത്തിൽ ബോംബ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറും. ജമാഅത്തെ ഇസ്ലാമിയുടെ ഓണാഘോഷം അണികളിൽ വിമർശനം. കൽക്കരിപ്പാടം അഴിമതിയിൽ ബിജെപിയുടെ പാർലമെന്റ് പ്രക്ഷോഭം തുടരുന്നു. 4ാം ദിവസവും ബിജെപി സഭാ നടപടികൾ തടസ്സപ്പെടുത്തി. CM വലുല്ലാഹി ആണ്ട് നേർച്ചയ്ക്ക് CM സെന്റർ മടവൂർ ഷെരീഫിൽ 29-ന് തുടക്കമാവും. ഇതോടെ KMIC ന്യൂസ് ടൈം സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 10 മണിക്ക് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ജലീൽ മടവൂർ എന്ന ബേലക്സ് ഐഡിയിലോ KMIC 786 എന്ന നിംബസ് ഐഡിയിലോ അറിയിക്കുക. നിങ്ങൾക്ക് ലഭിക്കുന്ന വാർത്തകളും ചിത്രങ്ങളും KMIC ന്യൂസ് ടൈമിന് അയക്കുക. അയക്കേണ്ട വിലാസം KMICnewstime@gmail.com. ഏറ്റവും പുതിയ വാർത്തകളും ചിത്രങ്ങളും ലഭിക്കാൻ സന്ദർശിക്കുക www.sunniOnlinenews.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.